നമസ്കാരം. നമ്മളുടെയൊക്കെ ജീവിതത്തിലെ പരാജയത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണമാണല്ലേ ഈ പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ അല്ലെങ്കിൽ മാറ്റിവെക്കൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ടിയിരുന്ന ചില ജോലികൾ, അതുമല്ലെങ്കിൽ നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചിരുന്ന ചില നല്ല ശീലങ്ങൾ, അതുമല്ലെങ്കിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്ന ചില മോശം ശീലങ്ങൾ, അങ്ങനെ എന്തുമാവട്ടെ ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ, നാളെ മുതലാവാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമാവട്ടെ, കുറച്ചുകൂടെ കഴിയട്ടെ, അതുമല്ലെങ്കിൽ അടുത്ത 1-ാം തീയതി മുതലാവാം എന്നിങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കാതെ നീട്ടിവെക്കുന്നതിനെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ അഥവാ നീട്ടിവെക്കൽ എന്ന് പറയുന്നത്. നമ്മളിൽ പലരുടെയും ഒരു ശാപമാണല്ലേ ഈ സ്വഭാവം. നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കേട്ടിട്ടില്ലേ, നാളെ നാളെ നീളെ നീളെ എന്ന്. ചിലതൊന്നും ഇങ്ങനെ പറഞ്ഞ് ഒരിക്കലും നടക്കാറുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ്. അത് പറയുമ്പോൾ ആദ്യം പറയേണ്ടത്, ചിലർക്ക് തങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നോ അത് മാറ്റേണ്ടതാണെന്നോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായി വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ടോ? അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അതിൻ്റെ സമയപരിധി അവസാനിച്ച് ഡെഡ് ലൈൻ എത്തിയിട്ടാണോ ചെയ്തു തീർക്കാറ്? എങ്കിൽ നിങ്ങൾ ഈ രോഗത്തിന് അടിമയാണ് എന്നാണ് അർത്ഥം. അതിപ്പോൾ എന്ത് കാര്യത്തിലും ആവാം കേട്ടോ. പഠിത്തത്തിൻ്റെ കാര്യത്തിലാവാം, ജോലിയുടെ കാര്യത്തിലാവാം, ഹെൽത്തിൻ്റെ കാര്യത്തിലാവാം, ഫിറ്റ്നസ് ഗോളിൻ്റെ കാര്യത്തിലാവാം, എന്തെങ്കിലുമൊക്കെ അടുക്കിപ്പെറുക്കി വെക്കുന്നതിലാവാം, ക്ലീൻ ചെയ്യുന്നതിലാവാം, ജിമ്മിൽ പോകാൻ തുടങ്ങുന്നതിലാവാം, അതുമല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുന്ന കാര്യത്തിൽ പോലും ആവാം. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളും ഇതിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാറില്ലേ? എനിക്കുമുണ്ടായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ, അത്ര വലുതല്ലെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് പറയാൻ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിനെ പറ്റിയുള്ള വളരെ പ്രാക്ടിക്കലായ പരിഹാര മാർഗങ്ങളെ പറ്റിയാണ്. ശരിക്കും ഇത് ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായ വളരെ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പ്രൊക്രാസ്റ്റിനേഷൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗോളുകൾ നേടിയെടുക്കാൻ എനിക്ക് സാധിച്ചു. വളരെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായി എൻ്റെ മനസ്സിന് വളരെയധികം സമാധാനം തോന്നി തുടങ്ങി എന്നുള്ളതാണ്. സന്തോഷം തോന്നി തുടങ്ങി എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്ന ടെൻഷൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നുവല്ലോ. ഇപ്പോൾ അത് മാറി മനസ്സമാധാനം കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൂവൺ ടെക്നിക്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇത് വെറുതെ കേട്ടാൽ മാത്രം പോരാ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ കൂടി ശ്രമിക്കണം. ഒന്നും വെറുതെ കേട്ടത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. ഇപ്പോൾ സാധാരണയായി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് സ്വയമേ ന്യായീകരിച്ച് നമ്മളിങ്ങനെ സമയം വെറുതെ തള്ളി നീക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആദ്യമേ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ടെക്നിക്ക് എന്താണെന്നറിയാമോ? ഒന്നും ചെയ്തു തുടങ്ങുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല എന്നുള്ളതാണ്. എപ്പോഴാണോ ചെയ്യേണ്ടത്, എപ്പോഴാണോ മനസ്സിൽ വരുന്നത്, അത് അപ്പോൾ തന്നെ അങ്ങ് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. കാരണം സമയത്തിൻ്റെ വില നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ഡിലേ ചെയ്ത് പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഡ്രീംസ് ഒന്നും നടക്കാതെ പോകും എന്നുള്ളതാണ്. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇങ്ങനെ സമയം കളഞ്ഞ് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഒന്നും ആവാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ, ഒരു കാലഘട്ടം എത്തിക്കഴിയുമ്പോൾ മനസ്സിൽ സ്വയം കുറ്റബോധം നിറഞ്ഞ് നീറും എന്നുള്ളതാണ്. വെറുതെ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, ഇനിയൊരു ജീവിതം കിട്ടിയായിരുന്നെങ്കിൽ എല്ലാം ശരിയാക്കാമായിരുന്നു എന്നൊക്കെ വെറുതെ ആശിച്ചു തുടങ്ങും. അപ്പോൾ ഈ പ്രശ്ന പരിഹാരത്തിലുള്ള ആദ്യത്തെ ടെക്നിക്കിലേക്ക് പോയാൽ അതിനെ 2 മിനിറ്റ് റൂൾ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങി വെക്കാനാണല്ലോ മടിക്കാറ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങാൻ നമുക്ക് മടിയാണ്. അവിടെ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ അവിടെ ചിലവഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ള മടി, അല്ലെങ്കിൽ അവിടെ കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്നുള്ള മടി, അതുപോലെ ഒരു വലിയ ബുക്ക് വായിച്ച് തുടങ്ങാനുള്ള മടി, എല്ലാം തുടങ്ങാനാണല്ലോ നമുക്ക് മടി. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 2 മിനിറ്റെങ്കിലും വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഒരു 2 മിനിറ്റെങ്കിലും സമയം ജിമ്മിൽ ചെലവഴിച്ചിരിക്കും എന്ന് ആദ്യമേ തീരുമാനിച്ച് ദൃഢനിശ്ചയമെടുക്കുക എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ 2 മിനിറ്റെങ്കിലും ഞാൻ ഇന്ന് ആ പ്രൊജക്റ്റ് എഴുതിയിരിക്കും എന്നിങ്ങനെ ഒരു ശീലമുണ്ടാക്കിയെടുക്കുക. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആശ്വാസം എന്തെന്നാൽ 2 മിനിറ്റ് മതിയല്ലോ, ഒന്ന് നോക്കാം, ഒന്ന് തുടങ്ങി നോക്കാം, പറ്റില്ലെങ്കിൽ നിർത്താം എന്നൊക്കെയുള്ള ഒരു ആശ്വാസവാക്ക് നമ്മളുടെ മനസ്സ് സ്വയം കണ്ടെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്തു തുടങ്ങാൻ മടി കുറയും എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ പിന്നെ അതൊരു ശീലമായി മാറുകയും ഓട്ടോമാറ്റിക്കായി അത് ചെയ്തു തീർക്കുകയും ചെയ്യും എന്നതാണ് ശാസ്ത്രം.
അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റെങ്കിലും നിങ്ങൾ വിചാരിച്ച കാര്യം അങ്ങ് ചെയ്തു തുടങ്ങുക. ഇതൊരു പവർഫുൾ ടെക്നിക്കാണ്. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളായി തരംതിരിക്കുക അല്ലെങ്കിൽ പോർഷൻസ് ആക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വലിയ ബുക്ക് വായിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 2 മിനിറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യുക, തുടങ്ങി വയ്ക്കുക. അതിനുശേഷം ആ ബുക്കുകളെ പല പല പീസുകളായി തരംതിരിക്കുക, വലിയ വലിയ പല പല പോർഷൻസായി തരംതിരിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിലെ ആദ്യത്തെ ആ ഒരു ചെറിയ ഭാഗം മാത്രം എടുത്ത് വായിച്ചു തുടങ്ങുക അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുക. അതിനുശേഷം തൊട്ടടുത്ത പോർഷൻസ് എടുത്ത് ഇതേപോലെ തന്നെ ചെയ്യുക. അങ്ങനെ ആ വലിയ ബുക്ക് മൊത്തം വായിച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ വലുപ്പമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, അതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ നമ്മൾ ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ പോർഷൻസായി നമ്മൾ ആ ബുക്ക് മുഴുവൻ വായിച്ചു തീർത്ത് അല്ലെങ്കിൽ പഠിച്ചു തീർത്ത് നമ്മൾ അറിയുക പോലുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് കാര്യത്തെയും ചെറിയ ചെറിയ പോർഷൻസായി ഡിവൈഡ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനെയും ഡിവൈഡ് ചെയ്ത് മെല്ലെ മെല്ലെ സമയബന്ധിതമായി ചെയ്തു തീർക്കുക. അങ്ങനെ ഓരോന്നോരോന്നായി ഓരോ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ഭാഗങ്ങളും ചെയ്ത് തീരുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് തീരുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിച്ച് തീരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ശാസ്ത്ര സത്യം. ഇത് മനുഷ്യൻ്റെ സൈക്കോളജിയാണ്. എന്തിനേയും വലുതായി കാണുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ മടി തോന്നുന്നത്. ഇനി അടുത്ത ഒരു ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ജോലി അല്ലെങ്കിൽ ഒരു കാര്യം, പക്ഷെ അത് ചെയ്തേ പറ്റുതാനും. അത്തരം സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത്. ഇതൊരു ഇറ്റാലിയൻ ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ ഒരു ജോലി അത് വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയി ചെയ്യേണ്ടുന്ന ഒരു ജോലി അത് ചെയ്തു തുടങ്ങി ആദ്യം 25 മിനിറ്റ് ചെയ്യുക. അതിനുശേഷം 5 മിനിറ്റ് വിശ്രമം എടുക്കുക. ആ വിശ്രമത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വിനോദങ്ങളിൽ ഏർപ്പെടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡി ചെയ്യുകയോ കാണുകയോ അതുമല്ലെങ്കിൽ ഫോൺ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പക്ഷേ പ്രത്യേകം ഓർമ്മിപ്പിക്കുക, കൃത്യം 5 മിനിറ്റ് ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും പഴയതുപോലെ തന്നെ 25 മിനിറ്റ് ജോലി ചെയ്യുക. വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് 5 മിനിറ്റ് ഇതേ പ്രവൃത്തി ആവർത്തിക്കുക. അങ്ങനെ 4 പ്രാവശ്യം ഈ സർക്കിൾ ആവർത്തിക്കണം. അങ്ങനെ 4 പ്രാവശ്യം തുടർച്ചയായി ഈ സർക്കിൾ ആവർത്തിച്ചതിന് ശേഷം വീണ്ടും ഒരു 25-30 മിനിറ്റ് ദീർഘമായി വിശ്രമിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ഓരോരോ ഭാഗങ്ങളായി ജോലി ചെയ്ത് തീരുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആ ജോലി മുഴുവനായി ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്സാഹം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതും വളരെ എഫക്റ്റീവായ ഒരു ടെക്നിക്കാണ്. അടുത്തതായിട്ടുള്ള ഒരു ടെക്നിക്ക് സ്വയം റിവാർഡ് എടുക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കഠിനമായ ഒരു ജോലി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കുക, ഈ ജോലി ചെയ്തതിന് ശേഷം എനിക്കിഷ്ടമുള്ള ഇന്ന കാര്യം ഞാൻ ചെയ്യും അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള ഇന്ന ഭക്ഷണം ഞാൻ കഴിക്കും. അങ്ങനെ എന്തെങ്കിലും സ്വയം തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു റിവാർഡ് എനിക്ക് ലഭിച്ചിരിക്കും, ഞാൻ തന്നെ എടുത്തിരിക്കും എന്ന് മനസ്സിൽ സ്വയം തീരുമാനിക്കുക എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ ഒരു ടാസ്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ സ്വയം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ മനസ്സിനെ നന്നായി സ്വാധീനിക്കും, നമ്മുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്താണെന്നറിയാമോ? നമ്മൾ എല്ലാത്തിലും പെർഫെക്ഷൻ തേടി നടക്കാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാം പെർഫെക്റ്റായി ചെയ്തു തീർക്കും അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റായി തുടങ്ങൂ എന്നുള്ള വാശിക്ക് പകരം ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാത്തിലും പെർഫെക്ഷൻ തേടി എല്ലാറ്റിലും പെർഫെക്റ്റായ ആളെ തേടി ഇരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ, ഒന്നും ചെയ്യുകയില്ല എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെയാണ് പലതും നമ്മൾ നീട്ടി കൊണ്ടുപോകാറുള്ളത്. അതിനു പകരം നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുക, ബാക്കിയെല്ലാം പെർഫെക്റ്റായി വന്നുകൊള്ളും എന്ന് തിരിച്ചറിയുക. ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും തുടങ്ങി വയ്ക്കുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യം, മടിച്ചിരിക്കുന്ന ഒരു കാര്യം, എന്നാൽ ചെയ്തു തീർത്താൽ വളരെയധികം ഗുണമുള്ള ഒരു കാര്യമുണ്ട് എന്നിരിക്കട്ടെ. അത് ചെയ്തു തീർത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ വലിയ ഗുണത്തെപ്പറ്റിയും നേട്ടത്തെപ്പറ്റിയും നിങ്ങൾ സ്വയം ചിന്തിക്കുക, ആദ്യമേ തന്നെ ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഓഫീസിൽ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നിരിക്കട്ടെ. എന്നാൽ അത് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ നീട്ടിവെച്ചിരിക്കുകയാണ് എന്നും കരുതുക. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ആ വർക്ക് അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന
ലഭിക്കുന്ന ഗുണങ്ങളെപ്പറ്റി ആദ്യമേ തന്നെ സങ്കല്പിക്കുക. നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും മെച്ചങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുകയില്ലല്ലോ. ഒന്നെങ്കിൽ സ്ഥാനം കയറ്റം കിട്ടിയേക്കാം, അതുമല്ലെങ്കിൽ സാലറി ഇൻക്രിമെന്റ് ലഭിച്ചേക്കാം. ഇനി അതൊന്നുമല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതിനെപ്പറ്റി മനസ്സിൽ കാണുക. അപ്പോൾ സ്വാഭാവികമായും ആ ജോലി തുടങ്ങി വെക്കാൻ നിങ്ങൾക്ക് ഒരു ഉത്സാഹമുണ്ടാകും, നിങ്ങൾക്ക് മനസ്സുണ്ടാവും എന്നുള്ളതാണ്. ഇനി പൊതുവായി എല്ലാവരും എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കാൻ വേണ്ടി പറയുന്ന ഒരു ന്യായം എന്താണെന്നറിയാമോ? സമയം കിട്ടുന്നില്ല, സമയമില്ല എന്നുള്ളതാണ്. തിരക്കാണ്, ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന് ചിലർ പറയും. അത്തരക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? നമ്മൾ ശ്രമിച്ചാൽ എല്ലാറ്റിനും സമയം കിട്ടും എന്നുള്ളതാണ്. സമയമില്ല എന്ന് പറയുന്നത് നമ്മളെ ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. നമ്മളുടെ മനസ്സിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടാവണം. ഒരു കാര്യം ചെയ്യണം എന്നുള്ള ഇച്ഛാശക്തി നമുക്കുണ്ട് എങ്കിൽ സമയമൊക്കെ താനെ ഉണ്ടായിക്കൊള്ളും. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുത്താൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ സ്വയം ചെയ്യുന്നുണ്ട് എന്നറിയാമോ? ഒരു ദിവസം ഓൺലൈനായും ഓഫ്ലൈനായും എത്രത്തോളം കൗൺസിലിംഗ് അല്ലെങ്കിൽ ഹീലിംഗ് സെഷൻസ് എടുക്കാറുണ്ട് എന്നറിയാമോ? അതിനിടയിൽ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഇതിനെല്ലാം ഇടയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടർച്ചയായി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറ് കേട്ടോ. കണ്ടന്റുകളൊക്കെ കണ്ടുപിടിച്ച് മെയിൻ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഇതിൽ എഡിറ്റിംഗ് പോലും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യാറുള്ളത്. കാരണം എങ്കിലേ എനിക്കൊരു തൃപ്തി വരികയുള്ളൂ. ഇതിനെല്ലാം ഇടയിൽ വരുന്ന കോളുകളെല്ലാം ഞാൻ തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള കൺസൾട്ടേഷനൊക്കെ മിക്കവാറും രാത്രിയിലായിരിക്കും. എന്നിട്ടും ഞാൻ ഇതിനിടയിൽ സമയം കണ്ടെത്തി മിക്കവാറും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഇതിനിടയിൽ മിക്കവാറും എല്ലാ കുടുംബകാര്യങ്ങളിലും എല്ലാ സ്ഥലത്തും ഞാൻ എത്തിപ്പെടാറുമുണ്ട്. ഞാനിതൊക്കെ ഇവിടെ പറഞ്ഞത് എൻ്റെ മാഹാത്മ്യം വിളമ്പാനൊന്നും അല്ല കേട്ടോ, മറിച്ച് സമയമില്ല എന്നത് വെറും എക്സ്ക്യൂസ് മാത്രമാണെന്നും നമ്മൾ വിചാരിച്ചാൽ നമ്മൾക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ എന്തിനും സമയം കണ്ടെത്താൻ കഴിയും. എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്താലും സമയം തികയാണ്ടിരിക്കില്ല. പക്ഷേ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഏറ്റവും കൂടുതൽ സമയം കൊല്ലുന്നത് നമ്മളുടെ ഫോണാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പാണ്, അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ്. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയം കട്ട് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സമയം തികയും എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായി സമയം ചെലവഴിക്കുന്നത് നിർത്തണം. എന്ന് വെച്ചാൽ യാതൊരു ഉപകാരമില്ലാത്ത ചപ്പു ചവറുകളൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല എന്നർത്ഥം. പകരം നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നോക്കുക, ആവശ്യമുള്ളത് മാത്രം നമ്മൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അനാവശ്യമായതൊന്നും നമ്മൾ വെറുതെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ട് വരാതിരിക്കുക. അപ്പോൾ സമയമൊക്കെ താനെ വന്നുകൊള്ളും. അപ്പോൾ പ്രൊക്രാസ്റ്റിനേഷനെ പറ്റിയും അതിൻ്റെ ദോഷങ്ങളെപ്പറ്റിയും അത് പരിഹരിക്കേണ്ടതിൻ്റെ അത്യാവശ്യത്തെപ്പറ്റിയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായിരുന്നാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.